ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഉലിദ ലഹു മൗലൂദുൻ ഫസമ്മാഹു മുഹമ്മദാ ഹുബ്ബൻ ലീ വതബറുകൻ ബിഇസ്മി കാന ഹുവ വമൗലൂദുഹു ഫിൽ ജന്ന. അബൂ മുആവിയ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ആദരവായ ശഫീആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൻ ഉലിദ ലഹു മൗലൂദുൻ, ആർക്കെങ്കിലും ഒരു കുട്ടി ജനിക്കുകയും ഫസമ്മാഹു മുഹമ്മദാ, ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന് നാമകരണവും ചെയ്താൽ തബറുകം ബിസ്മി വഹുബ്ബൻ ലീ, എന്നോടുള്ള ഇഷ്ടവും അനുരാഗവും എന്നോടുള്ളതാകുന്ന മഹബ്ബത്തും വെച്ചുകൊണ്ടാണ് അവൻ ആ കുട്ടിക്ക് നാമം ചെയ്തത് എങ്കിൽ എന്റെ നാമം കൊണ്ട് ബറക്കത്തെടുക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കുട്ടിക്ക് അവൻ പേര് വെച്ചത് എങ്കിൽ കാന ഹുവ വമൗലൂദുഹു ഫിൽ ജന്ന, അവനും ആ കുട്ടിയും സ്വർഗത്തിലാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പേര് വെച്ച വാപ്പയും സ്വർഗത്തിൽ, പേര് വെക്കപ്പെട്ട കുട്ടിയും സ്വർഗത്തിൽ. അപ്പാക്ക് സ്വർഗത്തിൽ പോണോ? ഉമ്മ നിനക്കും പോണോ സ്വർഗത്തിൽ? ആ കുട്ടിക്ക് എന്ത് പേര് വെച്ചോ? മുഹമ്മദ് എന്ന പേര് മാത്രം വെച്ചോ. അതാണ് കാര്യം. സാധാ മുഹമ്മദ് കൂട്ടി വെക്കാവോന്ന്, അപ്പൊ ആ കൂട്ടലുണ്ടാവും. മുഹമ്മദ് എന്ന പേര് മാത്രം, അതാണ് ഇപ്പൊ ഇവിടെ ചർച്ച. വേറെ പേരൊന്നും ഇടാൻ പാടില്ലേ എന്ന്, അതിനൊന്നും വിഷയമൊന്നുമില്ല. നല്ല പേരിടുക, മറ്റു പേരൊന്നും വേണ്ടെന്നല്ല. പക്ഷെ ഈ നാമത്തിനൊരു പ്രസക്തിയുണ്ട്, അത് മനസ്സിലാക്കണം. ആ നാമം മാത്രം ഇട്ടാൽ അതിന് വലിയ മഹത്വം. മുഹമ്മദ് എന്ന പേര് മാത്രമുള്ളവരുണ്ടോ മജ്‌ലിസിൽ? ഉണ്ടോ? ഉണ്ട്, മാഷാ അല്ലാഹ്. വേറെ ആരെങ്കിലും ഉണ്ടോ? 2 3 കഴിഞ്ഞ്. ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ 4 ഉണ്ടാ. ഇനിയുണ്ട്, ഉണ്ടാവും. പക്ഷെ കൈ ഉയർത്താൻ പേടിച്ചിട്ടാണ്. നിങ്ങളുടെ ഇത് പൈസ വഹിക്കുമെന്ന് എഴുതിയിട്ടാണ്. നിങ്ങൾക്ക് റാഹത്തുണ്ടെന്ന് പറയാനാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതം കൂടി നമ്മളൊന്ന് ചിട്ടപ്പെടുത്തിയാൽ നിങ്ങളെക്കാൾ വലിയ ഉന്നതിയിലേക്ക് വേറെ ആരുമല്ല. പേര് വെച്ചിട്ട് കഞ്ചാവ അതുകൊണ്ട് കാര്യമില്ല. ഖലാസ് അല്ലെ പിടിച്ച് ഒറ്റ ഏറിടും. അങ്ങനെ ആകാൻ പാടില്ല. പേര് വെക്കുന്നതിനോടൊപ്പം ജീവിതം കൂടി നന്നാവണം. പക്ഷെ പേര് വെക്കല് നന്നാവാൻ ഒരു സബബാണ്. അതാണ് ഈ പറഞ്ഞത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഒരു സ്ഥാനമുണ്ട്. അങ്ങനെയുണ്ട്. അങ്ങനെയുണ്ടോ? ഉണ്ട്. ഹദീസല്ലേ, വെറുതെ പറയല്ല. കേട്ടോ, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ സമ്മൈതും മുഹമ്മദാ ഫലാ തദ്രിബൂ, മുഹമ്മദ് എന്ന ഒരു കുട്ടിക്ക് നിങ്ങൾ പേര് വച്ചാൽ അവനെ നിങ്ങൾ അടിക്കരുതേ, അടിക്കരുതേ. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എന്തുകൊണ്ട്? നബിയുടെ പേരാണവൻ, അതുകൊണ്ട് ആ ബഹുമാനം. അപ്പൊ കുട്ടി മര്യാദകേട് കാണിച്ചാലോ? മര്യാദകേട് കാണിച്ചാൽ അടിക്കാം. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം മുനാവിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. കുട്ടി അദബ് കേട് കാണിച്ചു, മര്യാദകേടാണ്. പാപ്പ എത്ര പറഞ്ഞാലും അനുസരിക്കുന്നില്ല, ഉമ്മ പറഞ്ഞാലും അനുസരിക്കുന്നില്ല. കാരണം അവര് മുഹമ്മദ് എന്ന പേരായതുകൊണ്ട് തന്നെ ഒരു ബഹുമാനം കൊടുത്തു. അപ്പോൾ അവൻ തലേ കയറാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു സ്വഭാവമാണെങ്കിൽ അടിക്കാം, മര്യാദ വരുത്താൻ വേണ്ടി അടിക്കാം. അല്ലാതെ ചില വാപ്പമാരുടെ ഒരു ശൈലിയുണ്ട്, എപ്പോഴും കാണുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ തലക്കൊരു ഒറ്റ അടി കൊടുക്കുക, അപ്പയ്ക്ക് വേണ്ട. അങ്ങനെ ആകാൻ പാടില്ല. കാണുമ്പോൾ ചെവിക്ക് പിടിച്ചിട്ട് ഇങ്ങനെ കറക്കി എറിയുക, എപ്പോഴും തലക്കിട്ടൊരു കൊട്ടു കൊടുക്കുക. കാണുമ്പോഴൊക്കെ ഒരു രസം. മോനല്ലേ, വേറെ ആരും ഒന്നും പറയാനൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു ഇതാകാൻ പാടില്ല. കുട്ടികളോട് ഒരു മോശമായ വർത്തമാനം പോലും പറയാൻ പാടില്ല. മുഹമ്മദ് എന്ന ഒരു കുട്ടി വന്നാൽ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്,
മുഹമ്മദ് എന്ന നാമമുള്ള ഒരു കുട്ടി ഒരു മജ്ലിസിലേക്ക് കടന്നു വന്നാൽ ഔസിഉ ഫിൽ മജ്ലിസ്, ആ സദസ്സൊന്ന് വിശാലത ചെയ്യണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ബജ്ജിലൂഹു വഅക്രിമൂ വഅള്ളിമൂ. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മുഹമ്മദ് എന്ന മാത്രം പേര് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയെ നിങ്ങൾ ആദരിക്കണേ, ബഹുമാനിക്കണേ, അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യണേ. മുഹമ്മദ് എന്നൊരു കുട്ടിക്ക് നിങ്ങൾ പേര് വെച്ചാൽ ആ പേര് വെക്കപ്പെട്ട കുട്ടിയെ ആരെ പറയുന്നത്? നമ്മുടെ സാദാ സീത മക്കളെ കുറിച്ചായി പറയുന്നത്. അവരെ നിങ്ങൾ ബഹുമാനിക്കണോ? അപ്പൊ മുത്തുനബിക്കുള്ള ബഹുമാനം എത്രയാണ്? ആ കുട്ടിയെ ബഹുമാനിക്കണം. എന്തിന്റെ പേരിൽ? മുഹമ്മദ് എന്ന പേര് വെച്ചതിന്റെ പേരിൽ. വലാ തുദില്ലൂഹു വലാ തഖഹറൂഹു വലാ തറുദ്ദൂ ലഹു ഖൗലൻ തഅളീമാ വലാ തഖബഹൂ ലഹു വജ്ഹാ. അവനെ നിന്ദിക്കാൻ പാടില്ല, അവനെ ഒറ്റപ്പെടുത്താൻ പാടില്ല, അവനെ സമൂഹത്തിന്റെ ഇടയിൽ നിസ്സാരനാക്കി കുറച്ച് കാണിക്കാൻ പാടില്ല. അവനൊരു വാക്ക് പറഞ്ഞാൽ അതിനെ വില വെക്കണേ, അതിനെ മറുത്തൊരു വാക്കും നിങ്ങൾ പറയാൻ പാടില്ല. തീർന്നില്ല. വലാ തഖബഹൂ ലഹു വജ്ഹാ. അവന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഒരനാവശ്യവും പറയരുതേ എന്നും ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്ന പേരിനോടുള്ള മഹബ്ബത്താണ്, ആ പേരിന് കൊടുക്കേണ്ടതാകുന്ന സ്ഥാനങ്ങളാണ്. കാരണം എന്താ? ഈ പേര് വെച്ച കുട്ടി വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവൂല.